ചാലക്കുടി 2020 നിയോജകമണ്ഡലം കമ്മിറ്റി മെമ്പേഴ്സാണ്. നമ്മൾ നമ്മുടെ ഭാരവാഹിത്വമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യത്തെ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് വിളിച്ചേക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഓണം സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ട് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് അവിടെ കാലങ്ങളായിട്ട് 2020 ചെയ്യുന്നുള്ള കുറച്ച് ജനനന്മ കാര്യങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ 14-ാം തീയതി നമ്മൾ ഏകദേശം 1500ഓളം വ്യക്തികൾക്ക് നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിലുള്ള ഓൾഡ് ഏജ് ഹോംസ്, അതുപോലെ തന്നെ നമ്മുടെ പാലേറ്റീവ് സെൻറ്റേഴ്സ്, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകർ സദ്യ, ഓണസദ്യ, ഏകദേശം 21ഓളം ഐറ്റംസുള്ള ഓണസദ്യ, 2 പായസമുണ്ട്, അത് നമ്മൾ എത്തിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2020 കിഴക്കമ്പലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസനം, അല്ലെങ്കിൽ 4 പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനം, അതേ മാതൃകയിൽ അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് 2020 നിയോജകമണ്ഡല ഭാരവാഹികളും ഇതേ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫസ്റ്റ് ഓണാണ്. ഭാരവാഹിത്വം വന്നതിന് ശേഷം നമ്മള് ആദ്യത്തെ കമ്മിറ്റിയാണ്. കമ്മിറ്റി വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. നമ്മളിപ്പോൾ ഓഫീസ് അവിടെ ആനമല ജംഗ്ഷനിൽ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫാഷൻ പെയിന്റ്സിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ അതിന്റെ കഴിഞ്ഞ 17-ാം തീയതിയാണ് നമ്മള് 2020 കുറെ പേര് രാജിവെച്ചു എന്നുള്ളൊരു പത്രസമ്മേളനം നടത്തിയത്. അപ്പൊ അതിൽ ഞാൻ നിങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്, ചാലക്കുടി 2020 മീഡിയ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം 2020 നമ്മൾ ഒരു കറ തീർന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അഴിമതി അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിലെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസി പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിരുന്നു, ആപ്പ്. ആ ആപ്പിൽ നമുക്ക് പൈസ കൂടുന്നതായിട്ട് കാണിക്കും, പക്ഷെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നമ്മുടെ അടുത്തേക്ക് ഒരു 6ഓളം കംപ്ലൈൻറ്റ്സ് വന്നു. ഇങ്ങനെ നമ്മൾ 2020 പേര് വെച്ചിട്ട് അവർ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവർ ഭാരവാഹിത്വത്തിൻ്റെ സമയത്ത് ഇപ്പോൾ അവരെ മാറ്റി നിർത്തി. അപ്പം അതിൽ പ്രതിഷേധിച്ചാണ് പോയത്. ഇപ്പോൾ 16 ദിവസം കൊണ്ട് അതിൽ പലരും JDU-ലേക്ക് പോയി, കുറേ പേര് RJD-യിലേക്ക് പോയി, കുറേ പേര് ഇപ്പം തിരിച്ചു വരണുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അതങ്ങനെ നമുക്ക് പറ്റില്ല. ഏതിന്റെ ഇത് നമ്മളെങ്ങനെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഫുള്ളായിട്ട് 2020 തന്നെയാണ് തരുന്നത്. നമുക്കിവിടെ പിരിവുകളോ ഒന്നുമില്ല. നമ്മൾ 2020 പാർട്ടി ഫണ്ട് ഉണ്ട്, അതിൽ നിന്നുള്ള പ്രവർത്തന ഫണ്ടാണ് നമുക്ക് തന്നത്. പിരിവുകൾ ഇത് ചാലക്കുടി ഇത് ധൈര്യമായിട്ട് പറയാം, ഞാനാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ്. ചാലക്കുടിയിൽ ഇതുവരെ റെസീപ്റ്റ് അടിച്ചിട്ടില്ല, നമ്മൾ പിരിച്ചിട്ടുമില്ല, ഇതുവരെ ഒരാളുടെ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ടില്ല. അത് ഇല്ല നമുക്ക് നമ്മുടെ രീതിയിലുള്ള നമ്മളാരും അതിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ഇതിലാരും രാഷ്ട്രീയ പ്രവർത്തനം മുന്നുള്ള പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള വരുമാനം വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടാവും. ഇത് പ്യുവറായിട്ട് നമ്മൾ ചാരിറ്റി പോലെ നമ്മൾ ചെയ്യണത്. പിന്നെ നമുക്ക് ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള ഫണ്ട് എന്തായാലും നമുക്ക് 2020 പാർട്ടി തരുന്നുണ്ട്. ഒരു മണ്ഡലത്തേക്ക് 1 മാസത്തിന് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഓഫീസ് റെന്റും കാര്യങ്ങളൊക്കെ നടത്താനുള്ള പൈസ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തി അയാളുടെ പണം, കറ തീർന്ന പണം എടുത്ത് അയാള് സാമൂഹിക സേവനത്തിന് ഉപയോഗിക്കുന്നു വിചാരിച്ചോ? അല്ല, അത് എത്രത്തോളം വരുമ്പോഴേക്കും ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വീടൊക്കെ വിറ്റിട്ട് ചിലപ്പോൾ ചെയ്യും.
കാരണം ഞങ്ങൾക്ക് നന്മ വരാൻ ആഗ്രഹമുണ്ടേ. മനസ്സിലായേ? അതന്നെ എന്റെ കാര്യം. ആ, വേറെ ഏത് മെമ്പർഷിപ്പ് ആണോ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വോട്ട് കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിൽ 10,500 വോട്ട് കിട്ടിയ 21 പാർട്ടികള് മുന്നണിയായിട്ട് മത്സരിച്ചു. 2020 മാത്രമാണ് ഒറ്റയ്ക്ക് മത്സരിച്ചത്. ഒരു പാർട്ടി ഇപ്പൊ ഏതെങ്കിലും ഈ 21 പാർട്ടിയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ 1,06,000 വോട്ട് കിട്ടുമെന്ന് ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറ്റുമോ ധൈര്യത്തോട് പറയാം? അതുപോലെ ചാലക്കുടിയില് ഇതുവരെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല. പാർലമെന്റ് ഇലക്ഷന് മുന്നേ ആകെ ഉണ്ടായിരുന്നത് ഏകദേശം 25ഓളം വ്യക്തികളാണ്. അതിൽ നിന്ന് നമ്മൾ 10,500 വോട്ട് ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിൽ നമുക്ക് കിട്ടി. മെമ്പർമാരുണ്ട്, അത് വോട്ട് ചെയ്തവർ എന്തായാലും മെമ്പർമാരായിരിക്കുമല്ലോ. സജീവ രാഷ്ട്രീയത്തിലുള്ള ഒരു ഏകദേശം ഒരു 500ഓളം പേര് സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, നമ്മള് ചാലക്കുടി മണ്ഡലത്തില് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് 155 വാർഡുകളിലും നമ്മൾ മത്സരിക്കാനാണ് പോണത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പൊ ഏകദേശം നമ്മൾ വാർഡ് തല കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു വാർഡ് തല കമ്മിറ്റി എന്ന് പറയുന്നത് 11 കമ്മിറ്റിയാണ്. അപ്പൊ ഇത് ഈ ഒരു ഡിസംബറോടുകൂടി ഈ വാർഡ് തല കമ്മിറ്റികൾ പൂർണ്ണമാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പാർലമെന്റ് ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അവിടെ കാൻഡിഡേറ്റ് ഉണ്ടാവും. 2020 ഏകദേശം 500ഓളം പഞ്ചായത്തുകളിൽ മൊത്തത്തിൽ കേരളത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസംബ്ലിയിൽ ഏകദേശം 1/3 അല്ലെങ്കിൽ പകുതിയോളം അസംബ്ലികൾ മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉണ്ടാവും. ഇത് 155 വാർഡാണ് ചാലക്കുടിയിലുള്ളത് നിലവിൽ. ആ 155 വാർഡിലും അതിരപ്പള്ളിയിലുള്ള 13 വാർഡിലും ഇപ്പൊ നമ്മൾ മത്സരിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ തോട്ടം മേഖലയാണെങ്കിലും ആദിവാസി മേഖലകളിലാണെങ്കിലും എല്ലാ മേഖലകളിലും നമ്മൾ മത്സരിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കൊറട്ടി മേഖല എന്നാണ്. അവിടെയും എല്ലാ സ്ഥലത്തും ഇതുപോലെ വാർഡ് തല കമ്മിറ്റികൾ ഫോം ചെയ്ത്, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ വാർഡ് തല കമ്മിറ്റികൾ ഫോം ചെയ്ത് നമ്മൾ ഭാരവാഹിത്വങ്ങൾ ശക്തിപ്പെടുത്തിയിട്ട് അടിത്തറ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് 2020യുടെ തീരുമാനം. ഇപ്പൊ നിലവിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കണ, ഒറ്റയ്ക്കാണ് മത്സരിക്കാൻ ഉദ്ദേശിച്ചാണ്. ഇനിയിപ്പോ ഭാവി സഖ്യം ഇപ്പൊ നിലവിലില്ല. ഇത് സഖ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നെ ആ സമയത്തൊക്കെ ആവുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിലവിൽ 2020 ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് തന്നെ നിൽക്കും, ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും. ഭക്ഷണം ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും എത്തിക്കും. ചാലക്കുടി ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഒരു 1000 ഓർഡർ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഏത് ഭക്ഷണത്തിനാണോ? ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു സ്ഥലത്ത് നിന്നാണ്. ഇപ്പൊ നമ്മുടെ കൊരട്ടിയില് പറഞ്ഞ കൊരട്ടിയിലാണ് ഞാൻ എടുക്കണേ. ഞാൻ എന്റെ വീട് ടോട്ടൽ ഇപ്പൊ ഏകദേശം കൊരട്ടിയിൽ തന്നെ ഒരു 10ഓളം സ്ഥാപനങ്ങൾ. നമ്മുടെ ലെപ്രസി ഹോസ്പിറ്റൽ ഉണ്ട്, പല അനാഥ ആലയങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ചാലക്കുടി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റല്, അവിടെ ഏകദേശം കിടപ്പ് രോഗികൾക്ക് 50 ഇത് നമ്മൾ അന്ന് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടപ്പുഴയിലെ 2, പിന്നെ അങ്ങനെ പല വീടുകളിലേക്കൊന്നുമില്ല, പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്യും. ഓൾറെഡി നമ്മൾ അതിന്റെ ഓർഡർ എടുത്തു കഴിഞ്ഞു. ഇത് നമ്മള് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ട് അവരാണ് നമുക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്തേണ്ടത്. ഹങ്കർ ഫ്രീ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്. അവര് കൊരട്ടിയിൽ വെച്ചിട്ടാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവർ 5000 പേർക്ക് സദ്യ കൊടുക്കുന്നുണ്ട് കൊരട്ടിയിൽ വെച്ചിട്ട്. അപ്പൊ അതിൽ നമ്മൾ കൊരട്ടി പാതയത്തിൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 2020യുടെ വകയായിട്ട് ലെപ്രസി ഹോസ്പിറ്റല് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ പ്രവർത്തകരാണ് അവിടെ കുക്കിങ്, അതുപോലെ നമ്മുടെ പ്രവർത്തകരാണ് അതിന്റെ വിളമ്പലും കാര്യങ്ങളൊക്കെ ഫ്രീ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ഇല്ല, വീടില്ലാത്തവർക്ക് അല്ല, ഞാൻ പറയണേ ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത്
അല്ല അത് ഗാന്ധിജി ഓടി കടന്ന് പിരിച്ചു എല്ലാവരും വിറ്റ് കൊടുത്തില്ലേ? അല്ല 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 അതില് 2020 അല്ല 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 2020 അല്ല 2020ക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ട് 2020 തന്നെ നമ്മൾ കണ്ടെത്തേണ്ടത്. 2020ക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പൊ മണ്ഡലം കേന്ദ്രീകരിച്ച് നമുക്ക് പിരിവുകളൊന്നും ഇല്ലാന്നുള്ളൂ. പക്ഷെ 2020 സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പിരിവുകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ കേരളത്തില് നമ്മൾ ഏകദേശം പകുതി താഴെ മണ്ഡലങ്ങള് 80 താഴെ മണ്ഡലങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ശരിക്കും ഐഡന്റിഫൈ ചെയ്തേണ്ടത് 40ഉം ബാക്കി ഒരു 40 മണ്ഡലങ്ങൾ നമ്മൾ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ഏകദേശം അതിൽ ഭാരവാഹികൾ എത്തിയേക്കണത് ഏകദേശം 30ഓളം മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഭാരവാഹിത്വങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലെ നിയോജകമണ്ഡല കമ്മിറ്റി കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മള് എത്ര ഫണ്ടിങ് പറഞ്ഞാലും ഇതൊക്കെ മത്സരിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അല്ല നമ്മളത് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടീവ് ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളില്, ഉണ്ടാവില്ല. അതാണ് പ്രശ്നം, കാര്യങ്ങൾ ഉണ്ടാവുക. നമ്മുടെ മുമ്പില് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുന്നത് നമ്മള് അഴിമതിക്കും സുരക്ഷാപക്ഷപാതത്തിനും എതിരായിട്ടാണ് സംഘടന വേണ്ടത്. നല്ല കാര്യമാണ്, നല്ല രാജ്യത്തുള്ള ആവശ്യമാണ്. പക്ഷെ അവരൊക്കെ ചെന്നാൽ പഠിക്കുന്നത് വലിയ വലിയ സംഘടനയാണ് പഠിക്കുന്നത്. അവരുടെ സാമ്പത്തിക ബാധ്യത വരുമ്പോ നമുക്കൊരു എന്തെങ്കിലും പരിധി ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മൾ എന്താ വെച്ചാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പിരിവിലോട്ട് പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കറപ്ഷൻസ് ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ബക്കറ്റ് പിരിവ് അല്ലെങ്കിൽ വേറെ രീതിയിൽ റെസിപ്റ്റ് പിരിവ് പകുതിയാണ് അവിടെ എത്തുന്നുള്ളൂ. പകുതി അവരുടെ പോക്കറ്റിലാണ് പോണത്. ഇപ്പൊ അതിലൊക്കെ ജനങ്ങളും അടുത്ത് ഈ ഇരിക്കുന്ന എല്ലാവരും ഭൂരിഭാഗം 2020 പ്രവർത്തിക്കുന്ന 99% ആളുകളും ഈ ഇങ്ങനത്തെ രാഷ്ട്രീയത്തിനോടൊക്കെ അടുത്തിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലോട്ട് എത്തിയിരുന്നത്. അപ്പൊ ഇതിലിത്രേ ഉള്ളൂ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ അക്കൗണ്ട്, ആ മണ്ഡലത്തിന് ആവശ്യം എന്താണ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് തരാം. രാഷ്ട്രീയ പാർട്ടികളും അഴിമതിക്കും ഇതിനൊക്കെ എതിരാണ് എല്ലാവരും. പക്ഷെ നടക്കണില്ല. പങ്കെടുത്ത എല്ലാവരും